കോടികളുടെ കുടിശ്ശികക്കെണിയിൽ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ. സ്വകാര്യ കമ്പനികൾക്ക് കൊടുത്തു തീർക്കാനുള്ളത് 600 കോടി രൂപയോളം. വിവരാവകാശ രേഖകൾ ജനം ടിവിക്ക് ലഭിച്ചു. പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, വളരെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണല്ലോ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. മറ്റ് വിശദ വിവരങ്ങളും കൂടി. അവളുടെ കാര്യത്തിൽ ഉദ്ദേശിച്ചത് കോടികളുടെ കുടിശ്ശികക്കെണിയിൽ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ സ്വകാര്യ കമ്പനികൾക്ക് കൊടുത്തു തീർക്കാനുള്ളത് മാത്രം 600 കോടി രൂപയോളമാണ്. വിവരാവകാശ രേഖകൾ ജനം ടിവിക്ക് ലഭിച്ചു. സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു കണക്കുകൾ കൂടെ പുറത്തേക്ക് വരുന്നത്. ആരോഗ്യ മേഖലയിലും മറ്റും കൃത്യമായ സാമ്പത്തിക പിരിമുറുക്കം ഉള്ളത് സൂചിപ്പിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അടക്കം ഒ പി ടിക്കറ്റിന് 10 രൂപയോളം ഈടാക്കുന്നൊരു സാഹചര്യവും ഉണ്ടായിരുന്നു. അത്തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്ത് രൂക്ഷമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ കോടികളുടെ കുടിശ്ശികക്കെണിയിൽ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ പെട്ടിരിക്കുന്നു എന്നറിയാൻ സാധിക്കുന്നത്. സ്വകാര്യ കമ്പനികൾക്ക് കൊടുത്തു തീർക്കാനുള്ളത് 600 കോടി രൂപയോളമാണ്. വിവരാവകാശ രേഖകളാണ് ജനം ടിവി പുറത്തുവിടുന്നത്. പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, തുടരാം. ദേവിക, ഈ സ്വകാര്യ കമ്പനികൾക്ക് പണം നൽകാനുണ്ട് എന്നതിനപ്പുറത്തേക്ക്, കാരണം ഈ പണം നൽകിയില്ല എങ്കിൽ ഇത്തരത്തിൽ തുടർച്ചയായി കുടിശ്ശിക വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നാളെ ഈ സ്വകാര്യ കമ്പനികൾ സംസ്ഥാനത്തിന് യഥാസമയം മരുന്ന് വിതരണത്തിന് തയ്യാറാകുമോ എന്നുള്ള ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ഉള്ളത്. പല തവണയായി സർക്കാരിനോട് ഈ വിഷയത്തിൽ അടിയന്തര സഹായങ്ങൾ ആവശ്യമാണ്, കുടിശ്ശിക പണം കൊടുത്തു തീർക്കേണ്ടതുണ്ട് തുടങ്ങിയിട്ടുള്ള വിവിധ കത്തുകളും മറ്റും നൽകുന്നതിന്റെ വിവരങ്ങൾ നമ്മൾ പുറത്തുവിട്ടതാണ്. സംസ്ഥാനത്തിന്റെ പല ആശുപത്രികളും സർക്കാർ ആശുപത്രികളിലും അടക്കം മരുന്ന് ലഭിക്കാത്ത സാഹചര്യം, ക്ഷാമം അനുഭവിക്കുന്ന സാഹചര്യം ഒക്കെ നമ്മൾ പുറത്തുവിട്ടോണ്ടാണ്. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു വിവരാവകാശ രേഖ കൂടി ഇപ്പോൾ നമ്മൾ നൽകുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സംസ്ഥാനത്തെ കഴിഞ്ഞ 2020 മുതൽ ഈ കഴിഞ്ഞ ഒക്ടോബർ 3 വരെയുള്ള കണക്കുകളാണ് KMSSCയിൽ നിന്ന് വിവരാവകാശ രേഖ പ്രകാരം നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇപ്പോൾ 2020 മുതൽ തന്നെ 6 കോടി, അതിന് തൊട്ടടുത്ത സാമ്പത്തിക വർഷം 9 കോടി തുടങ്ങിയിട്ടുള്ള രീതിയിലേക്കൊക്കെ ഈ രീതിയിൽ കുടിശ്ശിക വരുന്നുണ്ടെങ്കിലും 2023-24 കാലത്താണ് ഏറ്റവും അധികം കുടിശ്ശിക പണം കിടക്കുന്നത്. 296 കോടിയുടെ കുടിശ്ശികയാണ് ഈ സാമ്പത്തിക വർഷം KMSSCയിൽ വരുത്തിയത്. അതിന് തൊട്ടടുത്ത വർഷം 2024-25 സാമ്പത്തിക വർഷത്തെ ബാധ്യത എന്ന് പറയുന്നത് 237 കോടി രൂപയുടെയാണ്. അങ്ങനെ ആകെ മൊത്തം 5 വർഷത്തിനിടയിൽ ഈ സ്വകാര്യ കമ്പനികൾക്ക് കൊടുത്തു തീർക്കാനുള്ളത് 559 കോടി 81 ലക്ഷം രൂപയാകുന്നു. എന്നാൽ ഇതിനൊപ്പം തന്നെ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള വിൽപ്പനയ്ക്കായി ക്രെഡിറ്റ് അടിസ്ഥാനത്തിൽ വാങ്ങിയതിൽ 149 കോടി രൂപയുടെ കുടിശ്ശികയുണ്ട് എന്നുള്ളതും വിവരാവകാശ രേഖകളിൽ നിന്ന് വ്യക്തമാണ്. അങ്ങനെ ആകെ മൊത്തം സംസ്ഥാനത്തെ പൊതു ആരോഗ്യ മേഖലയിൽ അവശ്യ മരുന്നുകൾ എത്തിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു ഏജൻസിയുടെ സാമ്പത്തിക ബാധ്യത, അല്ലെങ്കിൽ അവർ സ്വകാര്യ കമ്പനികൾക്ക് മരുന്ന് വിതരണം നടത്തി അല്ലെങ്കിൽ മരുന്നുകൾ എത്തിച്ചു നൽകിയ സ്വകാര്യ കമ്പനികൾക്ക് നൽകാനുള്ള തുക എന്ന് പറയുന്നത് ഒക്ടോബർ 3 വരെയുള്ള കണക്കനുസരിച്ച് 709 കോടിയാണ്. അന്നും ഈ KMCCയിലെ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നവംബർ മാസത്തിൽ ജനം ടിവി നിരവധി വാർത്തകൾ നൽകിയിരുന്നു. അതിനുശേഷം സർക്കാർ ഒരു 116 കോടി രൂപ KMSSCയിൽ അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ആ 116 കോടി രൂപ മരുന്ന് കമ്പനികൾക്ക് നൽകാൻ എക്സ്ക്ലൂസീവ്ലി നൽകിയതാണ്. ആ തുക നൽകി, ആ തുകയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക വിനിയോഗം ഏത് രീതിയിലായിരുന്നുള്ള പൂർണ്ണ വിവരങ്ങൾ ഈ നിമിഷവും നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷെ അത് പൂർണ്ണമായും മരുന്ന് കമ്പനികൾക്ക് നൽകിയാലും ഏതാണ്ട് 592.6 കോടി രൂപ, 600 കോടിയോളം രൂപയുടെ കൃത്യമായ കുടിശ്ശികയിലാണ് ഇപ്പോഴും സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ മുൻപ് ആവർത്തിക്കുന്നത് പോലെ തന്നെ സർക്കാർ ആശുപത്രികളിലും പൊതുവിടങ്ങളിലും ഒക്കെ ഈ രീതിയിൽ അവശ്യ മരുന്നുകളെല്ലാം എത്തിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു ഏജൻസിയുടെ സാമ്പത്തിക ബാധ്യത എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയും തുടർച്ചയായി ഈ രീതിയിൽ ഇത്രയധികം കുടിശ്ശിക വരുത്തുമ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം ഏതാണ്ട് 237 കോടിയുടെ സാമ്പത്തിക ബാധ്യത, അതിന് തൊട്ട് മുൻപത്തെ വർഷം 296 കോടി രൂപയുടെ കുടിശ്ശിക എന്നൊക്കെ പറയുമ്പോൾ ഈ മരുന്ന് കമ്പനികൾ ഇനിയും മരുന്ന് വിതരണത്തിന് തയ്യാറാകുമോ എന്നുള്ള ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നു. അങ്ങനെ വരികയാണെങ്കിൽ ഒരുപക്ഷെ ഒരു ഗുരുതരമായ ആരോഗ്യ പ്രതിസന്ധിയിലേക്ക്, മരുന്നുകളുടെ ലഭ്യത കുറവിൻ്റെയൊക്കെ സാഹചര്യത്തിലേക്ക് കേരളം പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധി കേസുകളും പനികളും ഒക്കെ കൂടി നിൽക്കുന്ന ഒരു സമയമാണ്. വിവിധ ഓരോ രോഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വർധനവിനെ പറ്റിയുള്ള കണക്കുകളും വിവരങ്ങളും ഒക്കെ നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി പുറത്തുവിടുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് മരുന്ന് വാങ്ങി ആശുപത്രികളിലേക്ക് എത്തിക്കേണ്ട ഏജൻസിക്ക് കൃത്യമായി പണം സർക്കാർ നൽകാത്തത് എന്നുള്ളത് കഴിഞ്ഞ ദിവസം 1-2 ദിവസങ്ങൾക്ക് മുൻപാണ് സമാനമായ രീതിയിൽ KMCC സർക്കാരിനോട്